ഇന്ത്യയിലെ ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹം നടന്ന ചമ്പാരൻ എന്ന പ്രദേശം ഏത് സംസ്ഥാനത്താണ്? ബീഹാർ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായ മലയാളി ആര്? സി. ശങ്കരൻ നായർ. ഗോപാലകൃഷ്ണ ഗോഖലെയുടെ രാഷ്ട്രീയ ഗുരു ആരാണ്? എം. ജി. റാനഡെ. ക്വിറ്റ് ഇന്ത്യ പ്രമേയം തയ്യാറാക്കിയത് ആരാണ്? ജവഹർലാൽ നെഹ്റു. സ്വാമി വിവേകാനന്ദൻ ആരംഭിച്ച ഇംഗ്ലീഷ് മാസിക ഏതാണ്? പ്രബുദ്ധ ഭാരതം. ആരുടെ വധത്തെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷനാണ് കപൂർ കമ്മീഷൻ? മഹാത്മാഗാന്ധി. ഖിലാഫത്ത് പ്രസ്ഥാനം ഏത് രാജ്യവുമായി ബന്ധപ്പെട്ടതാണ്? തുർക്കി. സ്വതന്ത്ര ഇന്ത്യയിൽ ഗാന്ധിജി എത്ര ദിവസമാണ് ജീവിച്ചത്? 168 ദിവസം. 1942 ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്ത ഇന്ദിരാഗാന്ധിയെ ഏത് ജയിലിലാണ് അടച്ചത്? നൈനി ജയിലിൽ. ഒരു ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് നെഹ്റു വിശേഷിപ്പിച്ചത് ആരെയാണ്? ഝാൻസി റാണി. പഴശ്ശിരാജയെ കേരളസിംഹം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? സർദാർ കെ. എം. പണിക്കർ. ഗാന്ധിജിയെ ആദ്യമായി രാഷ്ട്രപിതാവ് എന്ന് വിളിച്ചത് ആരാണ്? സുഭാഷ് ചന്ദ്ര ബോസ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് സർ പദവി ഉപേക്ഷിച്ചത് ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ. ലാലാ ലജ്പത് റായിയുടെ മരണത്തിന് കാരണമായ ബ്രിട്ടീഷ് പോലീസുകാരനെ വധിച്ചത് ആരാണ്? ഭഗത് സിംഗ്. ഗാന്ധിജിയുടെ ദണ്ഡിയാത്രയെ രാമന്റെ ലങ്കയിലേക്കുള്ള യാത്രയായി വിശേഷിപ്പിച്ചത് ആരാണ്? മോത്തിലാൽ നെഹ്റു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടനിലെ രാജാവ് ആരായിരുന്നു? ജോർജ് ആറാമൻ. ലോകത്തിലെ ഏറ്റവും ശക്തമായ 10 പ്രതിഷേധങ്ങളിലൊന്നായി ടൈം വാരിക തെരഞ്ഞെടുത്ത പ്രക്ഷോഭം ഏതാണ്? ഉപ്പു സത്യാഗ്രഹം. ചൗരി ചൗരാ സംഭവത്തെ നേതൃത്വത്തിന്റെ ദൗർബല്യം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? സുഭാഷ് ചന്ദ്ര ബോസ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ക്ലൈമാക്സ് എന്ന പേരിൽ അറിയപ്പെട്ട സമരം ഏതാണ്? ക്വിറ്റ് ഇന്ത്യ സമരം. ഒന്നാം ലോക മഹായുദ്ധത്തിൽ മരിച്ച പട്ടാളക്കാരുടെ ഓർമ്മയ്ക്കായി നിർമ്മിച്ച സ്മാരകം ഏതാണ്? ഇന്ത്യ ഗേറ്റ്.
ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ അമേരിക്കൻ പ്രസിഡന്റ് ആരാണ്? എബ്രഹാം ലിങ്കൺ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഒന്നാമത്തെയാൾ എന്ന വിശേഷണം ഉള്ളത് ആർക്കാണ്? ബാലഗംഗാധര തിലക്. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി ബജറ്റ് അവതരിപ്പിച്ചത് ആരാണ്? ആർ കെ ഷൺമുഖം ചെട്ടി. ഏതു വർഷമാണ് ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ചത്? 1920. ഒരു തീർത്ഥാടനം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് അദ്ദേഹത്തിന്റെ എത്രാമത്തെ കേരള സന്ദർശനത്തെയാണ്? 5ാം കേരള സന്ദർശനം. ഗാന്ധി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാലം ജയിൽ ശിക്ഷ അനുഭവിച്ച ദേശീയ നേതാവ് ആരാണ്? ബാലഗംഗാധര തിലക്. ഗാന്ധിജിയോടൊപ്പം ദണ്ഡിയാത്രയിൽ എത്ര പേരാണ് പങ്കെടുത്തത്? 78 പേർ. ഗാന്ധിജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെടുന്നത് ആരാണ്? സി രാജഗോപാലാചാരി. ഗാന്ധിജി പങ്കെടുത്ത ഏക വട്ടമേശ സമ്മേളനം ഏതാണ്? രണ്ടാം വട്ടമേശ സമ്മേളനം. ഗാന്ധിജി തന്റെ ആത്മകഥയിൽ പരാമർശിച്ചിട്ടുള്ള ഏക മലയാളി ആരാണ്? ജി പി പിള്ള. ഗാന്ധിജിയും സന്നദ്ധ പ്രവർത്തകരും ദണ്ഡിയാത്ര പൂർത്തിയാക്കാൻ എത്ര ദിവസം എടുത്തു? 24 ദിവസം. ഇന്ത്യയുടെ കിരീടം വയ്ക്കാത്ത രാജാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ബാലഗംഗാധര തിലക്. വേഷം മാറിയ രാജ്യദ്രോഹി എന്ന് ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ചത് ആരെയാണ്? ഗോപാലകൃഷ്ണ ഗോഖലെ. വിമാന അപകടം മൂലം മരിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? സുഭാഷ് ചന്ദ്ര ബോസ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം ഏതാണ്? റൗലറ്റ് ആക്ട്. ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം ആദ്യം മുഴക്കിയ നേതാവ് ആരാണ്? സുഭാഷ് ചന്ദ്ര ബോസ്. ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനത്തിൽ എത്ര പ്രതിനിധികൾ പങ്കെടുത്തു? 72. രക്തസാക്ഷികളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഭഗത് സിംഗ്. 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ദേശീയ നേതാവ് ആരാണ്? ഡോക്ടർ ബി.ആർ. അംബേദ്കർ. സരോജിനി നായിഡുവിനെ ഭാരത കോകിലം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെ.
മൂന്നാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രതിനിധികളുടെ എണ്ണം 46. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത വീഡിയോയുമായി ഉടനെ വരുന്നതായിരിക്കും. നന്ദി.